ഇപ്പൊ ഞാൻ ഓൺലൈനായിട്ട് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജോലിയൊക്കെ മേടിക്കണം. വീട്ടിൽ അറിയാതെ ചെയ്യണല്ലോ. ഞാൻ വിളിക്കൂല കൊച്ചു പെണ്ണ്. ചെറുക്കലടിച്ച പൊടിക്കട്ടല പൊക്കോളാം. ഞാൻ വന്നു. അപ്പൂസ് ഗെയിമിംഗ് ഹായ്. ചുമ്മാതല്ല അവിടെ പോയിരിക്കുന്നത്. എവിടെ പോയിരിക്കുന്നത്? ആരെ ഉദ്ദേശിച്ച എന്നെയോ നീ അതോ ബാക്കി ഇരിക്കുന്ന സാധനത്തിനാണോ? എടാന്നോ എത്ര വയസ്സുണ്ടെന്നേ? എനിക്ക് ചേട്ടാന്ന് വിളിക്കണോ ബ്രദർന്ന് വിളിക്കണോ? എന്ത് ചെയ്യാനാണ്, ഞാൻ വിളിച്ച് ശീലമായത് കൊണ്ടാണ് പ്രശ്നം. ഞാൻ തിരുത്താം, ബ്രദർ നിന്നെ വിളിക്കാം. ഓക്കെ. ഇനി കുറച്ച് എന്താണോ നീ ഉദ്ദേശിച്ചത്? പെണ്ണ് കിട്ടണമെങ്കിൽ നല്ല ജോലി വേണം. അതെന്താ ഞാൻ ഇപ്പൊ ചെയ്യുന്ന നല്ല ജോലി അല്ലേ? പെണ്ണുണ്ടാ? ക്ലിയർ ഇല്ല. ഇൻക്രീസ് ദ ക്വാളിറ്റി. നെറ്റ്വർക്കിന്റെയാണ്, റേഞ്ചിന്റെ പ്രശ്നമാണ്. ചെയ്യാൻ പറ്റും. എടുക്കുന്നില്ല. ആദ്യം ഇരിക്കും, പിന്നെ കാല് നീട്ടാം നമുക്ക്. ലൈവ് കാണുന്നവരെല്ലാം ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. സൂപ്പർ ചാറ്റ് ചെയ്യാറില്ല, സൂപ്പർ ചാറ്റ് ചെയ്യണം. എടാ അഭിഷേക് പോയാ? അഭിഷേക് സൂപ്പർ ചാറ്റ് ചെയ്യാൻ നിന്റെ ബ്ലോഗ് മാറിയാട്ടോ. എല്ലാരും പോയോ? സിജിന പോയോ? സിജിന ആദിലാണോ ബ്രദറാണോ? എടാ അല്ലടാ, എടാ നീ കണ്ടിട്ടില്ലേ നമ്മുടെ ലൈവില് മുമ്പ് വന്നിട്ടുള്ളത്? ഞാൻ ഹരിയുടെ വൈഫാണ്. എന്റെ പേര് കൃഷ്ണ. ഇത് നിശാന്ത്, ഹരിയുടെ ഫ്രണ്ടാണ്. ഏതാണ്ട് 10 വർഷത്തിൽ കൂടുതലായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് ഇവരത്. ഇത് എനിക്ക് ബ്രദറായിട്ട് തന്നെയാണ്. ഞാൻ ബ്രദർ ഹരിയുടെ വൈഫാണ്. ഞങ്ങൾ പെങ്ങളും ആങ്ങളെയാണ്. എനിക്ക് സ്റ്റിൽ ഒരു ബ്രദർ ഉണ്ട്. പെണ്ണ് കിട്ടണമെങ്കിൽ നല്ലൊരു ജോലി വേണം. ഇപ്പോഴത്തെ കാലത്ത് അത് പറയാൻ പറ്റത്തില്ല ബ്രോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമ്മളും കാണുന്നതല്ലേ. അങ്ങനെയല്ല, ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ എന്താ കണ്ടിട്ടില്ലേ? നമ്മളുമുണ്ട്. ഡേ ഞാൻ നിന്നെ അന്വേഷിച്ചായിരുന്നു. നീ എവിടെ പോയി? നീ ക്വസ്റ്റ്യൻ കൊണ്ടുവാ. വായ്പ എന്നെ കണ്ടിട്ടില്ല. എടാ നീ കാണാത്തത് കൊണ്ടാണ്. ഞങ്ങൾ 3 പേരുമാണ് ചെയ്യാറുള്ളത്. നൈറ്റ് മാത്രമാണ് ഇവ രണ്ടുപേരും വരുന്നത്. ശനിയാഴ്ച രാത്രി വന്നാണെന്ന് തോന്നുന്നു. 2 പേരും മാത്രം കണ്ടിട്ടുള്ളൂ. ഓക്കെ. ചേട്ടായി എവിടെ? ചേട്ടായി ഒരു മീറ്റിങ്ങിന് പോയി. ഞങ്ങളുടെ 1/2 മണിക്കൂറെന്ന് പറഞ്ഞ് പോയതാണ്. ഇപ്പൊ ഒരു 3/4 മണിക്കൂർ ആയിട്ടുണ്ട്. 10 മിനിറ്റ് എന്ന് പറഞ്ഞ് പോയതാണ്. ഇപ്പൊ 3/4 മണിക്കൂർ ആയിട്ടുണ്ട്. ഇപ്പോൾ കാര്യം എന്തായാലും ലൈവ് തീരുന്നതിന് മുമ്പ് എന്തായാലും എത്തിയിരിക്കും. കട്ട് ചെയ്യും. ഞാനൊരു പോലീസ് ഓഫീസറാണ്. എന്നെ സോറി ബ്രദർ അഫ്സ ബ്രദർ. പൂജ ഹായ് പൂജ. ഹരിച്ചേട്ടനെ തിരക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. ഹരിച്ചേട്ടൻ ഒരു മീറ്റിംഗിൽ പോയിരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ എത്തും. കാരണം പൂജയും ബാക്കിയുള്ളവരും എല്ലാം തിരക്കുന്ന അങ്ങനെയായിരിക്കും. ഞാൻ വന്നിടേ എന്താണ് പ്രായം പറഞ്ഞുകൊണ്ട് ഞാൻ വിചാരിച്ച വേറെന്താ ഉണ്ടെന്ന്. നാളെ ലീവല്ലേ? ലൈവ് കാണുന്നു. നാളെ ഇവർക്ക് ലീവ് ആണോന്ന് കൺഫേം ആയിട്ടില്ല. മറ്റേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ലീവ് ആണെന്നൊക്കെ പറയുന്നു. ഇവരുടെ കാര്യത്തിൽ ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ലെന്നാണ് പറഞ്ഞത്. നാളെ ലീവ് ആണെങ്കിൽ ലൈവ് കാണത്തില്ലേ? ലീവ് ആണെങ്കിൽ ലൈവ് കാണും. ഉറപ്പായിട്ടും കാണും. ഇന്ന് ഞങ്ങൾ ലൈവ് വരാൻ വേണ്ടി നിന്നായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. പക്ഷേ ഞാൻ പുറത്തായി പോയി. അതാണ് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒരു സ്ഥലം വരെ പോവേണ്ടി വന്നു. പോയിട്ട് വന്നപ്പോൾ ഈവനിങ് ആയി. നിങ്ങൾക്ക് എന്താ ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടമല്ല? മുഹമ്മദ് അയാനൊന്നും വിളിക്കാൻ പറ്റത്തില്ല, അഫ്സാന്നും വിളിക്കാൻ പറ്റത്തില്ല. എന്ത് ചെയ്യാം ബ്രദേഴ്സ്? പ്ലീസ് മെസ്സേജ്. ഇപ്പൊ അതേ പറ്റത്തുള്ളൂ. മുഹമ്മദ് അയാൻ ബ്രദർ വരൂ, മെസ്സേജ് ഇടൂ, ക്വസ്റ്റ്യൻ ചോദിക്കൂ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കൂ.